ഹലോ, ഐ എം ഡോക്ടർ അപർണ. നമ്മുടെ ഒ പിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കേസാണ് മുട്ടുവേദന അല്ലെങ്കിൽ നീ ജോയിന്റ് പെയിൻ എന്ന് പറയുന്നത്. ഈ മുട്ടുവേദനയ്ക്ക് പല റീസൺസ് ഉണ്ട്. തേയ്മാനം, വാദസംബന്ധമായ അസുഖങ്ങള്, സ്പോർട്സ് ഇഞ്ചുറി, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, ട്രോമ, പിന്നെന്താ ഫ്രാക്ചേഴ്സ്, അങ്ങനെ പല റീസൺസ് ഉണ്ട്. എന്നാൽ ഒ പിയിൽ വരുന്ന 70% മുട്ടുവേദനയുടെ റീസൺ എന്ന് പറയുന്നത് തേയ്മാനാണ്. ബാക്കി ഒരു 30% മാത്രമാണ് ബാക്കിയുള്ള റീസൺസ് കാരണം വരുന്നത്. അപ്പം തേയ്മാനം എന്തുകൊണ്ടാണ് മുട്ടിന് കൂടുതലായിട്ട് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ബോഡിയിൽ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ വരുന്ന രണ്ട് ജോയിന്റ്സ് ആണ്, ഒന്ന് ലോ ബാക്കും അതുപോലെ ഒന്ന് മുട്ടും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുട്ടിന് തേയ്മാനം കൂടുതലായിട്ട് സംഭവിക്കുന്നത്. പിന്നെ ഇപ്പൊ കൂടുതലായിട്ട് എല്ലാവർക്കും വെയിറ്റ് ഗെയിൻ ആണ്, അതായത് ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ടുണ്ട്. ഈ ഒബിസിറ്റി തേയ്മാനത്തിന് കൂടുതലായിട്ടുള്ള ഒരു റീസൺ ആണ്. നമ്മള് സാധാരണ ഒരാൾ നടക്കുമ്പോൾ അയാളുടെ വെയിറ്റിന്റെ 4 ഇരട്ടി വെയിറ്റ് ആണ് നടക്കുന്ന സമയത്ത് ആ മുട്ടിന് സ്ട്രെയിൻ വരുന്നത്. ഇനി സ്റ്റെപ്പ് കയറാണെങ്കിൽ അത് 6 ഇരട്ടിയാവും. ഇനിയിപ്പോ അയാൾ ഓടോ ചാടോ ചെയ്യുന്ന സമയത്ത് അതിന്റെയും ഇരട്ടിയായിരിക്കും ഈ മുട്ടിനുണ്ടാവുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ ഒബിസിറ്റി എന്ന് പറയുന്നത് തേയ്മാനത്തിന്റെ ഒരു മെയിൻ റീസൺ ആണ്. പിന്നെ റീസൺ ആണ് ലാക്ക് ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് പൊതുവെ എല്ലാവർക്കും എക്സസൈസ് കുറവാണ്. ഈ എക്സസൈസ് കുറയുന്ന കാരണം മുട്ടിന് സ്റ്റിഫ്നെസ്, അതുപോലെ അവിടെയുള്ള സ്ട്രെങ്ത് കുറയുക, ഫ്ലെക്സിബിലിറ്റി കുറയുക, അങ്ങനെ പല റീസൺസ് ഉണ്ടാവുന്നു. അതുകൊണ്ട് തേയ്മാനം സംഭവിക്കുന്നു. പിന്നെ ഒരു ജനറ്റിക് റീസണും കൂടെയുണ്ട്. ഒരു സ്പെഷ്യൽ ജീന് കാരണം തേയ്മാനം സംഭവിക്കാം. ഈ അസഹനീയമായ മുട്ടിലുണ്ടാവുന്ന വേദന എന്ന് പറയുമ്പം അത് നമ്മള് കാലക്രമേണ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ചികിത്സിക്കാതെ ഇരിക്കുന്ന മൂലമാണ് ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഇങ്ങനെ മുട്ടുവേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഡോക്ടറെ ചെന്ന് കണ്ട് പ്രോപ്പർ ആയിട്ടുള്ള എക്സാമിനേഷൻ ചെയ്ത് എന്താണ് അതിന് റീസൺ എന്നുള്ളത് കണ്ടെത്തിയിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക തത്വ ആയുർവേദ ഹോസ്പിറ്റൽ, കാലിക്കറ്റ്.